Mahatma Gandhi National Council of Rural Education under the Ministry of Education organized a visit to the college and conducted a workshop on sustainable index performer. Resource person and program coordinator of MGNCRE, Sir Rasak Cheruniseri, interacted with students during the workshop. After the workshop, he visited various sustainable activities of the college for recognizing the efforts of the college in sustainability. He visited the facilities of solar panels, rainwater harvesting, greenery of the college, waste management initiatives of the college, and sanitation and hygiene maintenance. As part of the village visit and participatory rural appraisal program of Mahatma Gandhi National Council of Rural Education, students and participants visited a village near to the college. An interaction allowed the participants to analyze and triangulate primary and secondary research data and experiences and provide new insights into community engagement and education. The activities included transect walk and resource mapping using participatory techniques and Swachhata initiatives of the village. The learning outcomes were enthusiastically shared by the participants and a way forward for implementation was chalked out. As part of participatory rural appraisal, the village tribals were interviewed regarding Swachhata, sanitation, and hygiene. MGNCRE resource person Sir Rasak Surarasedi and IQC coordinator Dr. Ramya Krishnan led the village visit and PRV. The livelihood activities of the village residents were understood by the participants through experiential learning. Students interacted with villagers about Swachhata and sanitation in their residence, identified various aspects and challenges they are facing as part of the PRA. എൻ്റെ പേര് സൈമ കനോടി. ഞാൻ മേൽമാതാക്കം സയൻസ് കോളേജിലെ സെക്കൻഡ് ഭാഗമായി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വേസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ മഴവെള്ളം സംഭരിച്ച് ഞങ്ങൾ ഇവിടുത്തെ പല കാര്യങ്ങൾക്കായിട്ട് ലാബിലായാലും അതുപോലെ ഫിൽട്ടർ ചെയ്ത് കുടിക്കാനുള്ള വെള്ളത്തിനായിട്ടായാലും ഉപയോഗിച്ച് വരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വേസ്റ്റുകൾ ക്യാൻറ്റീനിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റുകൾ ഞങ്ങൾ ബയോഗ്യാസ് പ്ലാന്റ് വഴി അത് ഗ്യാസായിട്ടും പിന്നെ ഇതിന് വേണ്ടിയിട്ട് വളങ്ങളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളേജിന് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ വേസ്റ്റിന് വേണ്ടിയിട്ട് ബിന്നുകൾ സൂക്ഷിച്ച് അതിനകത്തേക്ക് വേസ്റ്റ് കളക്ട് ചെയ്ത് ഒരു മാസം അവസാനം നമ്മൾ അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ കെമിസ്ട്രി ലാബിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്തു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിനകത്ത് സോളാർ പാനലുകൾ വഴി നമ്മുടെ കോളേജിന് ആവശ്യമായ ഇലക്ട്രിസിറ്റിയും ബാക്കി വരുന്ന ഇലക്ട്രിസിറ്റി പൊതുജനങ്ങൾക്കായിട്ടും കൊടുത്തു വരുന്നുണ്ട്. എൻ്റെ പേര് അഡോണ ഷിബു. ഞാനിവിടെ മേരിനാഥ് ഹഡ്സൺ സയൻസ് കോളേജിൽ സെക്കൻഡ് ഇയർ BA ഇംഗ്ലീഷ് പഠിക്കുന്നു. ഇവിടെ ഞാൻ സാനിറ്റേഷൻ കമ്മിറ്റിയുടെ മെമ്പറാണ്. പെൺകുട്ടികളുടെ കാർഡ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസിനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ അപ്പപ്പാറ ട്രൈബൽ എക്സ്റ്റൻഷൻ സെൻറ്ററിൽ നമ്മൾ പെൺകുട്ടികൾക്ക് ട്രൈബൽ വിമൻസിന് വേണ്ടിയിട്ട് ടൈലറിംഗ് മെഷീനുകൾ അവിടെ അവർക്ക് മേടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു ടീച്ചറിനെ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ട്. അവർക്ക് അവർ തയ്ക്കുന്ന വസ്ത്രങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യവും അങ്ങനെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അഭിലാഷ് ആൻ്റണി. ഇവിടെ BSc മാത്സ് ചെയ്യുന്നു, സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ സാനിറ്റേഷൻ കമ്മിറ്റിയിലെ അംഗമാണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്.
നമ്മൾ എനർജി കൺസർവേഷൻ്റെ ഇതായിട്ട് നമ്മൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് CC BET എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്തേക്കുന്നതാണ്. അത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് LED ബൾബ്സും അങ്ങനത്തെ ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ അപ്ലയൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കോളനികളിലും നമ്മുടെ അഡോപ്റ്റഡ് വില്ലേജിൽ അവിടെയൊക്കെ നമ്മളിങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ അഡോപ്റ്റഡ് വില്ലേജിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ NS വോളണ്ടിയേഴ്സിനെ വെച്ച് നമ്മൾ അവിടുത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കെമിസ്ട്രി ലാബിൽ നമ്മൾ വരുന്ന വേസ്റ്റ്, കെമിക്കൽ വേസ്റ്റ് ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ എവിടെ ഡിസ്പോസ് ചെയ്യാറില്ല. നമുക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥലം, നമ്മൾ ഒരു കുഴിയും അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ NS വോളണ്ടിയേഴ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ഹെർബൽ ഗാർഡൻ ഉണ്ട്. അവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഔഷധ ചെടികളും ഒക്കെ നമ്മൾ നട്ട് വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഹെർബൽ ഗാർഡനോടൊപ്പം NS വിദ്യാർത്ഥികളുടെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്, മീൻ കുളം. അപ്പോൾ അവിടെ നമ്മൾ മീനുകൾ വളർത്താറുണ്ട്. അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ റെഡിയാക്കിയ നല്ലൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെടികൾ, നമ്മളിവിടെ ഒത്തിരി ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി വളർന്നു വരുന്നുണ്ട്.